കുട്ടികൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അധ്യാപകർ ചെയ്തു വയ്ക്കേണ്ട ജോലികളാണ് ആദ്യം പറയുന്നത്. പരീക്ഷ തുടങ്ങുന്നതിനായി ഇവിടെ ഡെസ്ക്ടോപ്പിലുള്ള പരീക്ഷയുടെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെയുള്ള ബോക്സുകളിൽ യൂസർ നെയിമും പാസ്വേഡും നൽകുന്നു. പിന്നീട് ക്ലാസ് സെലക്ട് ചെയ്ത് ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ രജിസ്റ്റർ സ്റ്റുഡൻറ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത്. ഇത് മിഡ് ടേം പരീക്ഷയാണ്. ഇവിടെ ഡിവിഷനും ക്ലാസ് നമ്പരും നൽകുന്നു. ഷോ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്നത് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള വിവരം ഇവിടെയുണ്ട്. ഇത് വായിച്ചു നോക്കിയതിന് ശേഷം സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ ലോഡ് ചെയ്തു വരുന്നതാണ്. ഇതിൽ 10 ചോദ്യങ്ങളുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന ഈ 10 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം മാത്രമാണുള്ളത്. എന്നാൽ ഇവിടെ വെരി ഷോർട്ട് ആൻസർ എന്ന വിഭാഗത്തിൽ കാണുന്ന 5 ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ വീതം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നീട് ഇവിടെ സ്കിപ്പ് എന്ന് കാണുന്ന ഈ ബട്ടൺ ശ്രദ്ധിക്കുക. ഈ ബട്ടണിൽ യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം രണ്ടാമത്തതിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുന്നു. ചോദ്യം വായിക്കുന്നു. ഇനി ശരിയായ ഉത്തരം കണ്ടുപിടിച്ച് ടിക്ക് മാർക്ക് ഇടേണ്ടതാണ്. എ ബി സി ഡി എന്നിങ്ങനെ എഴുതിയിട്ടുള്ളതിന് താഴെയുള്ള ബോക്സ് ശ്രദ്ധിക്കുക. അതിലാണ് ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇവിടെ ശരിയായ ഉത്തരം സി ആയതുകൊണ്ട് അതിന് താഴെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുന്നു. രണ്ടാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുന്നു. ചോദ്യം വായിച്ചതിന് ശേഷം ശരിയായ ഉത്തരത്തിന് താഴെ ടിക്ക് മാർക്ക് ഇടുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതിന്റെ ഉത്തരം ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നത് ടിക്ക് മാർക്ക് ഇടുന്നു. ചോദ്യം 4 സ്റ്റൈൽ എന്നതാണ് ശരിയായ ഉത്തരം, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ചോദ്യം 5 ഹബിന് പകരമായി ഉപയോഗിക്കുന്ന ഉപകരണം സ്വിച്ച് ആണ്, അതുകൊണ്ട് സ്വിച്ച് എന്നതിൽ ടിക്ക് മാർക്ക് ഇടുന്നു. ചോദ്യം 6 ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് ആയും തിരിച്ചും മാറ്റാൻ കഴിയുന്ന ഉപകരണം മോഡമാണ്, ടിക്ക് മാർക്ക് ഇടുന്നു. ഇങ്ക്സ്കേപ്പിൽ വരച്ച ചിത്രത്തിൽ ടെക്സ്റ്റ് ഉൾപ്പെടുത്താനുള്ള ടൂള് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്ട്സ് എന്നതാണ്, അതിൽ ടിക്ക് മാർക്ക് ഇടുന്നു. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൺട്രോൾ ഷിഫ്റ്റ് എന്നതാണ്, ടിക്ക് മാർക്ക് ഇടുന്നു. ചോദ്യം 9 ഉത്തരം .css എന്നതാണ്, ഇതിൽ ടിക്ക് മാർക്ക് ഇടുന്നു. ചോദ്യം 10 ഇതിന്റെ ശരിയായ സിന്റാക്സ് ഉള്ള ഉത്തരം ഒന്നാമത്തേതാണ്, അതുകൊണ്ട് എ എന്നതിൽ ടിക്ക് മാർക്ക് ഇടുന്നു. ഇപ്പോൾ ഇവിടെ 10ൽ 10 എന്ന് കാണാം. ഓരോ ചോദ്യവും ചെയ്തു കഴിയുമ്പോൾ ചെയ്ത ചോദ്യങ്ങൾ ഇതുപോലെ നീലനിറത്തിൽ ആകുന്നതാണ്. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങൾ ചെയ്തു എന്ന വിവരവും കാണാവുന്നതാണ്. 10ൽ 10ഉം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വെരി ഷോർട്ട് ആൻസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും 2 ഉത്തരങ്ങൾ വീതം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ചോദ്യം 1 ബ്ലൂ എന്നത് നീലനിറത്തിൽ വൃത്തം വരയ്ക്കാനുള്ള നിർദ്ദേശമാണ്, അതുകൊണ്ട് എ എന്നതിന് താഴെ ടിക്ക് മാർക്ക് ഇടുന്നു. മഞ്ഞ നിറം വൃത്തത്തിനുള്ളിൽ നിറയ്ക്കുന്നു എന്നതും ശരിയാണ്, അതുകൊണ്ട് ഇതിലും ടിക്ക് മാർക്ക് ഇടുന്നു. രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്, ശരിയാണ്. മലയാളം ഫോണ്ടുകളാണെങ്കിൽ CTL ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്, ഇതും ശരിയാണ്, ടിക്ക് മാർക്ക് ഇടുന്നു. മോഡത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നതാണ് മോഡം എന്നത് ശരിയാണ്, ടിക്ക് മാർക്ക് ഇടുന്നു. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്ന ഉപകരണമാണ്, ഇതും ശരിയാണ്, ടിക്ക് മാർക്ക് ഇടുന്നു. 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ ചെയ്തതായി കാണാൻ കഴിയുന്നുണ്ട്. 5ൽ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി 4ാമത്തേത് ചെയ്യാൻ പോവുകയാണ്. ബി ആണ് ശരിയുത്തരം, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇ എന്നതും ശരിയുത്തരമാണ്, ഇതും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 4 ചോദ്യങ്ങൾ ചെയ്തു. 5ൽ 4 ചോദ്യങ്ങൾ ചെയ്തു. ഇനി 5ാമത്തെ ചോദ്യം എ എന്നത് ശരിയുത്തരമാണ്, ഡി എന്നതും ശരിയാണ്. ഇനി ഇവിടെ ഫിനിഷ് തിയറി എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായി പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ്. പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ 4 ഗ്രൂപ്പുകൾ ഉണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 എന്നിങ്ങനെ. സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും വായിച്ചു നോക്കാൻ കഴിയും. സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പുറകിലേക്ക് പോകാൻ കഴിയില്ല. ഗ്രൂപ്പ് 1ൽ 2 ചോയ്സുകളാണുള്ളത്. ചോയ്സ് 1 ഇതാണ് ചോദ്യം, ചോയ്സ് 2 ഇതാണ് ചോദ്യം. ഗ്രൂപ്പ് 2ൽ ചോയ്സ് 1 ഇതാണ്, ചോയ്സ് 2 ഇതാണ്. ഗ്രൂപ്പ് 3 ഇതിനും 2 ചോയ്സ് ഉണ്ട്, ഒന്നാമത്തെ ചോയ്സ്, രണ്ടാമത്തെ ചോയ്സ്. ഗ്രൂപ്പ് 4 ചോയ്സ് 1, ചോയ്സ് 2. നമ്മളിവിടെ സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യാതെയാണ് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കിയത്. ഇനി ഗ്രൂപ്പ് 1 എടുക്കുന്നു. ഇതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാനറിയാവുന്ന ചോദ്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ചോദ്യം സെലക്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജാലകം അദൃശ്യമായിട്ടുണ്ട്. അതിനു പകരം ഇവിടെ ഒരു ബോക്സ് ദൃശ്യമായിട്ടുണ്ട്.
ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നത് ഇനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ള സമയമാണ്. എത്ര സമയം കൂടി ബാക്കിയുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു. പിന്നീടുള്ളത് രജിസ്റ്റർ നമ്പറാണ്. ഇത് മിഡ് ടേം പരീക്ഷയായതുകൊണ്ടാണ് ഇതുപോലുള്ള രജിസ്റ്റർ നമ്പർ കാണുന്നത്. SSLC പരീക്ഷയ്ക്ക് 6 അക്ക രജിസ്റ്റർ നമ്പർ ആയിരിക്കും ഇവിടെ കാണുന്നത്. ഇനി കറണ്ട് ക്വസ്റ്റ്യൻ എന്ന ബട്ടണാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചോദ്യം കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ കറണ്ട് ക്വസ്റ്റ്യൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് വായിച്ചു നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പുകളായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മിനിമൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഒന്നാമത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. 2 ചോയ്സുകളും വായിച്ചു നോക്കുക. ഇതിൽ ഏറ്റവും നന്നായി ചെയ്യുവാൻ കഴിയുന്ന ചോദ്യം സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറണ്ട് ക്വസ്റ്റ്യൻ എടുക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പൈത്തൺ ഗ്രാഫിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിനും 2 ചോയ്സ് ഉണ്ട്. ഈ 2 ചോയ്സുകളിൽ ഏറ്റവും നന്നായി ചെയ്യുവാൻ കഴിയുന്ന ചോദ്യം സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യുക. കറണ്ട് ക്വസ്റ്റ്യൻ എടുക്കുക. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ 2 ചോയ്സുകളിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നു. ചോദ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ എന്തപകടമാണ് സംഭവിക്കുക എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഇത് തൽക്കാലം ചെയ്യാതെ വിടുകയാണ്. ചെയ്യാതെ നമുക്കിവിടെ ഫിനിഷ് എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മെസ്സേജ് വന്നു കഴിഞ്ഞു. 1 ഗ്രൂപ്പ്സ് ഇൻ പ്രാക്ടിക്കൽ എക്സാം നോട്ട് കംപ്ലീറ്റഡ്. ഡു യു വാണ്ട് ടു ഫിനിഷ് ദി എക്സാം? ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങളിത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4മത്തത് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. പാസ്വേഡും യൂസർ നെയിം നൽകിയിട്ട് അധ്യാപകർക്ക് മാർക്ക് ഇടുവാനുള്ള ജാലകമാണിത്. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ഇടുകയാണ്. 1മത്തെ ചോദ്യത്തിന് 7 മാർക്ക് ഇട്ടു. 2മത്തെ ചോദ്യത്തിനും 7 മാർക്ക് ഇട്ടു. അതേ മാർക്ക് തന്നെ 3മത്തെ ചോദ്യത്തിനും ഇട്ടു. 4മത്തേതിൽ മാർക്ക് ഇടാൻ കഴിയുന്നില്ല. ഇനി റെക്കോർഡിൻ്റെ 2 മാർക്ക് ഇടുന്നു. ഇവിടെ 7 മാർക്കാണ് നഷ്ടപ്പെട്ടത്. 4മത്തെ ഗ്രൂപ്പിന് ഇവിടെ 7 മാർക്കാണ് നഷ്ടപ്പെട്ടത്. അതിനു പകരം സ്റ്റാർട്ട് എക്സാമിൽ ക്ലിക്ക് ചെയ്ത് അത് തുറന്നിരുന്നെങ്കിൽ കുറഞ്ഞത് 1 മാർക്കെങ്കിലും കിട്ടുമായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കൂടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ 2ഓ 3ഓ മാർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ചോദ്യവും വിട്ടുകളയരുത്. ഏത് ചോദ്യവും ചെയ്തു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുന്നതിനോടൊപ്പം മിനിമൈസ് കൂടി ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. പരീക്ഷയ്ക്ക് മാർക്ക് ഇടാൻ വരുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയാണിത്. ഇനി ഇവിടെ മാർക്ക് സേവ് ചെയ്യുകയാണ്. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മാർക്ക് സേവ് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മാർക്ക് പരിശോധിക്കുകയാണ്. അത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതല്ല, ചീഫാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചീഫ് എന്നതിലാണ് ലോഗിൻ ചെയ്യുന്നത്. ചീഫിന് നൽകിയിട്ടുള്ള യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റിപ്പോർട്ട് എന്നതിൽ മാർക്ക് ലിസ്റ്റ് കൺസോൾട്ടേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നതാണ്. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയാണ്. 10A3 എന്നതായിരുന്നു നമ്മളുടെ രജിസ്റ്റർ നമ്പർ. 10Aയിലെ 3ന് തിയറിക്ക് ഫുൾ മാർക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രാക്ടിക്കലിന് എന്നാൽ 21 മാർക്കേ ഉള്ളൂ. ഒരു ചോദ്യം വിട്ടുകളഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. റെക്കോർഡിൻ്റെ 2 മാർക്ക് ഇവിടെയുണ്ട്. 33 മാർക്ക്. ആ വിട്ടുകളഞ്ഞ ചോദ്യത്തിൻ്റെ 7 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങുവാൻ കഴിയുമായിരുന്നു. 40 മാർക്കും വാങ്ങുവാൻ കഴിയുമായിരുന്നു. മിഡ് ടേം പരീക്ഷ എഴുതുന്ന രീതിയാണ് ഇവിടെ വിശദീകരിച്ചത്. SSLC പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയ്ക്കും ഇതേ രീതി തന്നെയാണ്. രജിസ്റ്റർ നമ്പർ നൽകുന്നിടത്ത് മാത്രമായിരിക്കും വ്യത്യാസമുണ്ടാകുന്നത്. അതിൽ 6 അക്ക രജിസ്റ്റർ നമ്പർ നൽകേണ്ടി വരും. 2 ബോക്സുകളായിരിക്കും അതിലുണ്ടായിരിക്കുക. ആദ്യത്തേതിൽ രജിസ്റ്റർ നമ്പർ നൽകേണ്ടി വരും. 2മത്തേതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടി വരും. പിന്നീട് രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പരീക്ഷ തുടങ്ങാവുന്നതാണ്.